തൃശ്ശൂരിൽ 16-കാരനെ ലോക്കപ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി വരുന്നു. ഉത്സവപ്പറമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് 16 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വാടാനപ്പള്ളി SIക്കെതിരെയും കണ്ടാലറിയാവുന്ന 3 പോലീസുകാർക്കെതിരെയും കുടുംബം പരാതി നൽകി. സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, ഇന്നലെയാണ് ഈ 16 വയസ്സുകാരന് ലോക്കപ്പ് മർദ്ദനം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ തളിക്കുളത്ത് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലയിൽ ഒരു സംഘർഷം നടന്നിരുന്നു. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ വിഷയം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ 16 വയസ്സുകാരനെ അടക്കം നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് വാടാനപ്പള്ളി സ്റ്റേഷനിൽ എത്തിച്ച് ഇവരെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ 16 വയസ്സുകാരൻ്റെ പരാതി. നിലവിൽ ഈ കസ്റ്റഡിയിലെടുത്തതിൽ ചിലർ ഈ പോലീസ് സ്റ്റേഷനിലുമാണുള്ളത്. 16 വയസ്സുകാരൻ്റെ നെഞ്ചിലും പുറത്തുമടക്കം ക്രൂരമായി SIയും കണ്ടാലറിയാവുന്ന 3 പേരും മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് ഈ വിവരം ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത കുട്ടി പ്രായപൂർത്തിയായില്ല എന്ന വിവരം പോലീസ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ്. ഇന്ന് രാവിലെ കുട്ടിയെ അത് കഴിഞ്ഞ് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ കുട്ടിക്ക് വലിയ രീതിയിൽ ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടതോടുകൂടിയാണ് തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടി ഇത് സംബന്ധിച്ചപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. വാടാനപ്പള്ളി SIയും അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന 3 പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി 16 വയസ്സുകാരനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയെ തുടർന്ന് ചൈൽഡ് ലൈൻ അടക്കം കുടുംബം, അതായത് ഈ സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ അടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് നിലവിൽ കുടുംബമുള്ളത്. സ്മിത, അതെ, ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ആ പ്രതികരണം കൂടി കേൾക്കാം. അവിടെ ചേച്ചി വരെയിട്ട് സംസാരിക്കുകയും അപ്പൊ പോലീസുകാർ എന്നിട്ട് എന്റെ ജീപ്പ് കയറ്റും എന്നെ പിടിച്ചിടിച്ച് എന്നിട്ട് നേരെ പോലീസ് ആയിട്ട് അവിടെ നിടിച്ച് ചെറുതിട്ട് അടിച്ച് പിന്നെ നെഞ്ചും പിടിച്ചിടിച്ച് നെഞ്ചിടിച്ചപ്പോ എനിക്ക് ശ്വാസം കിട്ടിയിരുന്നില്ല. കുറെ പറഞ്ഞ് ചാട്ടം എനിക്ക് പറ്റണ്ടേ, ഇങ്ങനെ കുഞ്ഞിരുന്നു. എന്നിട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് JD പോലീസ് എന്നിട്ട് എന്റെ മുഖത്തിലടിച്ചു. 16 വയസ്സുകാരൻ്റെ പ്രതികരണം കൂടിയാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം, ഈ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തും. 16-കാരനാണ്. തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷനിലേക്ക് ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്.